ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? നമ്മൾ ഒരു 1-2 ദിവസമായിട്ട് മാർക്കറ്റിൽ നിന്ന് വലുതായിട്ട് ട്രേഡ് ചെയ്യാതെ മാറി നിൽക്കുമായിരുന്നു. സോ ഇന്നലെയും ഒരു പ്രീ മാർക്കറ്റ് സെഷൻ ഞാൻ ചെയ്തിട്ടില്ല. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ ആക്റ്റീവ്ലി ട്രേഡ്സ് നോക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ദിവസമാണ്. സോ അതുകൊണ്ടാണ് രാവിലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു അപ്ഡേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ മാക്സിമം പേര് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് അപ്പോൾ എന്താണ് ഗ്ലോബൽ മാർക്കറ്റിലെ ടോട്ടൽ അവസ്ഥ നമുക്കൊന്ന് പരിശോധിക്കാം. ശേഷം ഇന്നത്തെ എൻ്റെ ഫോക്കസിലുള്ള സ്റ്റോക്സ്, പ്രധാനപ്പെട്ട ന്യൂസ്, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസ് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ US മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് എല്ലാം പൊതുവെ ഒരു എന്താ പറയുക മൈൽഡ് ന്യൂട്രൽ ടു ബെയറിഷ് എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. യൂറോപ്യൻ മാർക്കറ്റ്സിലും ആ ഒരു തുടർച്ച, ഒരു മൈൽഡ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സും കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ ഫോളും അതിനുശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു എന്താ പറയുക കണ്ടിന്യൂവേഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് സ്റ്റാർട്ടിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. ജാപ്പനീസ് മാർക്കറ്റും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഒരു വിധത്തിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമായിരിക്കണം മുൻപോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാം എന്നുള്ള രീതിയിലൊന്നും ആരും ട്രേഡിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. മാർക്കറ്റ് അത്രയ്ക്ക് മോശം സിറ്റുവേഷനാണ്. ഒരു മീഡിയം ടേം ട്രേഡ് ഞാൻ ഫോക്കസ് ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനത്തെ ഒരു സഡൻ ഫോൾസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ജസ്റ്റ് ഒരു മീഡിയം ടേം ട്രേഡിംഗ് ആയിരിക്കും ബെറ്റർ എന്ന് ഞാൻ പലവട്ടം സൂചിപ്പിച്ചത്. സോ നിഫ്റ്റിയുടെ ഒരു ടോട്ടൽ ഓവറോൾ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? നിഫ്റ്റി കണ്ടിന്യൂസ്ലി ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം മാർക്കറ്റ് ഡൗൺ സൈഡ് വന്ന് ഒരു സെൽ ഓഫ് കാണിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പാനിക് സെല്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിലൊരു പാനിക് സെല്ലിംഗ് ആണ്. പിന്നെ ഗ്ലോബൽ മാർക്കറ്റ് ക്യൂസ് എല്ലാം നെഗറ്റീവ് സെന്റിമെന്റ്സ് കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിന് ഒരു സ്റ്റെബിലിറ്റി ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ടെക്നിക്കലി നമുക്ക് ഈ ഒരു പോർഷൻ ഒരു നല്ലൊരു സപ്പോർട്ടായിട്ട് അടുത്ത് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു സോണായിട്ട് നമുക്കിവിടെ കാണാം. ഡിമാൻഡായിട്ട് വർക്ക് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സോണായിട്ട് നമുക്കിവിടെ ഈ ഒരു ഏരിയ 25,760 നമുക്ക് നിലനിർത്താം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ടില്ല, ഈ ഒരു ടോട്ടലി ഓവറോൾ പിക്ചർ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റിന് ഇനി ബയേഴ്സിന്റെ കൺട്രോളിൽ എത്തിക്കാൻ പറ്റിയ ഒരു മേഖല തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് ഒരു അടുത്തൊരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ബട്ട് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഒരു സോൺസിന്റെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ശേഷം ഇന്നത്തെ ഒരു ഡൗൺ സൈഡ് മാർക്കറ്റ് ഇതിന്റെ താഴോട്ട് നല്ല രീതിയിൽ ഒരു സെൽ ഓഫ് നടന്നാൽ, മേ ബി പാനിക് സെല്ലിംഗ് നടന്നു കഴിഞ്ഞാൽ മേ ബി ഈ സപ്പോർട്ടും ഡൗൺ സൈഡ് പോകും. 25,311 ഈ ഒരു ഏരിയയിലേക്കായിരിക്കും ബെറ്റർ ആയിട്ട് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, 25,300 എന്നുള്ള സോണിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനാവില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നിഫ്റ്റി ഇൻഡെക്സുകളൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഓക്കെ ഈ ഒരു ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലെവൽസും കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ശേഷം നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ആൻഡ് സ്റ്റോക്സിലേക്ക് നോക്കാം. സോ ബാങ്ക് നിഫ്റ്റി മോസ്റ്റ്ലി ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഒരു ഹൈ തന്ന ശേഷമുള്ള പുൾ ബാക്ക് ആയിട്ട് മാത്രമാണ് തോന്നുന്നത്. ഈ ഒരു ഏരിയയിൽ അഗ്രസീവ്ലി ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ട്. 58,700 അല്ലെങ്കിൽ 750 മുകളിൽ അഗ്രസീവായിട്ട് ബയേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ടോട്ടൽ സ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ വൺ ഡേ ചാർട്ട് നിങ്ങൾ നോക്കിയാലും അറിയാം, അപ് സൈഡ് പോകുന്നു, ഡൗൺ സൈഡ് പോകുന്നു. ഇതൊരു ഡിമാൻഡ് ഏരിയയാണ്. പ്രോപ്പർലി അഗ്രസീവ്ലി ബയേഴ്സ് ഈ ഒരു സോൺ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. സോ അപ്പോൾ അതിൻ്റെ ഒരു റെപ്ലിക്ക തന്നെയായിരിക്കും നിഫ്റ്റിയിലെയും പ്രൈസ് ആക്ഷൻ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സോണിൽ നിന്നും മാർക്കറ്റ് പലതവണ സെല്ലേഴ്സ് കണ്ടിന്യൂസ്ലി സെൽ ചെയ്തിട്ടും ബയേഴ്സ് ഇത് ഹോൾഡ് ചെയ്യാൻ നിർത്തുന്നു എന്നുള്ളത് ഒരു നല്ലൊരു സൂചനയായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ഫസ്റ്റ് ഒരു 59,350 മുകളിൽ അഗ്രസീവ് ബൈയിങ് നമുക്ക് പ്രതീക്ഷിക്കാം. 59,350 മുകളിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ കണ്ടിന്യൂസ് ബൈയിങ് നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. മറിച്ച് ഈ 58,900 ഈ ഒരു സോണിന്റെ താഴെ മാർക്കറ്റ് അഗ്രസീവ്ലി ക്ലോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു പാനിക് മോഡിലേക്ക് പോകേണ്ട ആവശ്യകതയായിരിക്കും. നിഫ്റ്റിയിലെ ബാങ്ക് നിഫ്റ്റിയിലെയും ചാർട്ട് നോക്കുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത്. സോ ഇത് ഈ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഞാൻ മീഡിയം ടേം സ്റ്റോക്സ് ഫോക്കസ് ചെയ്യാനായിട്ട് എല്ലാവരോടും പറഞ്ഞത്. അതായത് ഇപ്പോൾ മൊമെന്റം ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ പ്രോഫിറ്റ് ആവുന്ന ട്രേഡുകൾ എടുക്കുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചു നേരം സ്റ്റോക്സ് അപ്സൈഡ് ആയിരിക്കും, ശേഷം മാർക്കറ്റിൽ സെൽ ഓഫ് നടക്കുകയാണ്. അപ്പോൾ ഏകദേശമുള്ള ബ്രേക്ക്ഔട്ട് സെറ്റപ്സ് എല്ലാം ഫെയിൽ ആവുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ട്രേഡിംഗ് മെത്തേഡുകൾ കുറച്ച് കാലത്തേക്കെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ ഞാൻ പബ്ലിക് ഗ്രൂപ്പിലും നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലെല്ലാം സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും സ്റ്റോക്സിന്റെ ന്യൂസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പം
സ്വിഗ്ഗി QIP ഓപ്പൺ ചെയ്തിട്ടുണ്ട് December 9 ഫോർ പ്രൈസ് 390 ഇപ്പോൾ 51 റുപ്പീസാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് അവർക്ക് ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. 328.8 crore രൂപയുടെ കാസാഫി പ്ലാസ ഇൻ ആന്ധ്രാപ്രദേശിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിട്ടിയിട്ടുള്ളത്. സൈഡസ് ലൈഫ് സയൻസിന്റെ ന്യൂസ് ഉണ്ട്. അവരൊരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പുമായിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഫോമിക്കോൺ ഏജ് ആയിട്ടാണ് ലൈസൻസ് ഒരു എന്താ പറയുക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് IRB ഇൻഫ്രാസ്ട്രക്ചറിന്റെ ടോൾ കളക്ഷൻ എന്ന് പറയുന്നത് മോസ്റ്റ്ലി കൂടിയിട്ടുണ്ട്. മോസ്റ്റ്ലി 716 കോടിയിലേക്ക് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 618 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസം അവർ ഈ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഈ നവംബർ മാസത്തിൽ അവർക്ക് 618 കോടിയാണ് കിട്ടിയെങ്കിൽ ഈ മാസം അത് 716 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ GPG ഇൻഫ്രാ പ്രൊജക്ട്സിന്റെ ഒരു ന്യൂസുകളൊന്നും അവർ ലോവസ്റ്റ് ബിഡറായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ സബ്സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറിലാണ് അതൊരു ലോവസ്റ്റ് ബിഡറായിട്ട് അവർ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആണ്. ഗോദ്രേജ് അഗ്രോവേർട്ടിന്റെ ക്രീംലൈൻ ഡയറി പ്രൊഡക്ട്സ് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് ഗവൺമെന്റ് ഓഫ് തെലങ്കാന. എന്തിനാണ് 150 കോടിയുടെ ഒരു ഡയറി പ്രോസസ്സിംഗ് ഫെസിലിറ്റി 40 ഏക്കറിലായിട്ട് അവിടെ തുടങ്ങാനായിട്ടാണ് ഈ ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൊജക്ട് സൈൻ ചെയ്തതിലൂടെ മോസ്റ്റ്ലി 10,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആന്ധ്രാപ്രദേശിന് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായ ന്യൂസ്. ഓക്കെ, ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആൻഡ് പിന്നെ ടാറ്റ പവർ ഒരു കമ്മീഷനിങ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 kV കൊട്ടേശ്വർ ഋഷികേശ് ട്രാൻസ്മിഷൻ ലൈനാണ് അവർ ഇത് കമ്മീഷനിങ്ങിന് വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ളത് അനുപം രസായനാണ്. അനുപം രസായൻ്റെ ന്യൂസ് എന്ന് പറയുന്നത് അഗ്രിമെന്റ് ടു 100% ഇക്വിറ്റി സ്റ്റേക്ക് ഇൻ ജെഹോക് 5 കെമിക്കൽസിന്റെ 100% ഇക്വിറ്റി സ്റ്റേക്ക് അവർ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോസ്റ്റ്ലി ഉള്ള ഡെഫിനിറ്റീവ് അഗ്രിമെന്റ് എല്ലാം ആയിട്ടുണ്ടെന്നുള്ള ഒരു സൂചന വന്നിട്ടുണ്ട്. ശേഷം HT ഇൻഫ്ര എന്ന് പറയുന്നത് അസസ്മെന്റ് ഓർഡർ GST ഡിപ്പാർട്ട്മെന്റ് ഒരു അസസ്മെന്റ് ഓർഡർ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് HT ഇൻഫ്രയെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. സോ ടോട്ടലി കുറച്ച് നല്ല സ്റ്റോക്സ് ആൻഡ് കുറച്ച് നല്ല ട്രേഡ്സ് അവസരങ്ങളൊക്കെ മാർക്കറ്റിൽ വരുന്നുണ്ട് കറങ്ങിത്തിരിഞ്ഞ്. ആൻഡ് ഞാൻ ഒരിക്കലും ഇനി ഒരു മൊമെന്റം ട്രേഡിംഗ് എന്നുള്ള രീതിയിലായിരിക്കില്ല. ഞാൻ ഒരു സ്റ്റോക്കൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുന്നത് വളരെയധികം കെയർഫുള്ളായിട്ട് കുറച്ച് മാസം 1-2 വീക്സ് ടു മാസം ഹോൾഡ് ചെയ്യാൻ കണക്കാക്കിയിട്ടേ ഞാൻ വാങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് നഷ്ടത്തിലേക്ക് എത്തും. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത വേറൊരു സ്റ്റോക്ക് ഞാൻ 2-3 ദിവസം ലാസ്റ്റ് പ്രീ മാർക്കറ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. ഏതാണ് ശ്രീറാം പിസ്റ്റൺസ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ആൻഡ് അത് നല്ലൊരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി ഒരു 14% മൂവ്മെന്റ്, ബേസിൽ നിന്ന് 14% മൂവ്മെന്റ്, ബേസിൽ നിന്ന് 22% മൂവ്മെന്റ്, നമ്മുടെ ലെവൽസിൽ നിന്ന് 13% മൂവ്മെന്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ലൊരു സ്റ്റോക്ക് ഡിസ്കസ് ചെയ്തതിൽ സന്തോഷം. ഒരുപാട് പേർ ഗുണമായെന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനത്തെ സ്റ്റോക്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തിനി ഞാൻ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള ക്വാർട്ടേഴ്സ് ഞാൻ പരിശോധിക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറയാം. ഒരു ദിവസം 2 ദിവസം ഞാൻ പറയില്ല. ക്വാർട്ടേഴ്സ് പരിശോധിക്കാൻ പോകുന്ന സ്റ്റോക്ക് അനുപം രസായനാണ്. അപ്പോൾ അനുപം രസായൻ ഞാൻ പ്രീ മാർക്കറ്റ് സെഷൻസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1300 ക്ലോസിംഗ് വന്നാൽ ബെറ്റർ ആയിരിക്കും ഞാൻ പറഞ്ഞു. ഇപ്പോൾ മോസ്റ്റ്ലി ഒരു 1291 എന്നുള്ള റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഒരു പ്രൈസ് ആക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു ക്ലോസിംഗ് ആണ് വന്നിട്ടുള്ളത്. ഡേ ചാർട്ടിൽ നോക്കിയാലും വീക്കിലി നോക്കിയാലും. അപ്പം പുൾ ബാക്സ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പുൾ ബാക്ക് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഇവിടെ ഞാൻ നോക്കുന്നത് എന്തായാലും ഈ ഒരു ഏരിയയിൽ നിന്നും എത്ര % മൂവ്മെന്റ് ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ഏരിയയിൽ നിന്നും ബേസിൽ നിന്ന് മോസ്റ്റ്ലി 23% മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് ഇന്നലത്തെ ദിവസവും നല്ല രീതിയിൽ അപ്സൈഡ് പോയിട്ടുണ്ട്. സോ വരുന്ന ദിവസങ്ങളിലും അനുപം രസായൻ എൻ്റെ ഒരു വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ എത്രയാണ് ടാർഗറ്റ് എന്നൊക്കെ ഞാൻ പറയുന്നില്ല, കാര്യം ഇത് എൻ്റെ റെക്കമെൻഡേഷൻ ആയി പോകും. ബട്ട് അനുപം രസായൻ്റെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഒരു എൻട്രി കൺസിഡർ ചെയ്യും. പുൾ ബാക്സ് ആയിരിക്കും എൻ്റെ ഒരു ഫേവറേറ്റ് എൻട്രി എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ബ്രേക്ക് ഔട്ടിനെ കാട്ടി പുൾ ബാക്സ് എൻട്രീസ് ആയിരിക്കും എനിക്ക് പ്രിഫറിംഗ് ഉള്ളത്. ഞാൻ 1263 നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. ഈ ഒരു 1298 എൻട്രി പോയിന്റ് ആണ്. ആൻഡ് വീണ്ടും ഒരു 1143 ഈ ഒരു റേഞ്ച് വന്നാൽ നല്ലൊരു എൻട്രി പോയിന്റ് ആണ്. അപ്പോൾ എന്തായാലും ഒരു അപ് ട്രെൻഡ് ഇൻടാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയാസ് എൻട്രി പോയിന്റ് ആയിട്ട് വർക്ക് ആവാം. ആൻഡ് 1400 1450 ഈ സ്റ്റോക്സിന്റെ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയുക. ആൻഡ് പേഴ്സണലി നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഓരോ സ്റ്റോക്സിൻ്റെ ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് എന്നെക്കൂടെ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ അനുപം രസായനം ഇനിയുള്ള മാസങ്ങളിലുള്ള ഒരു ടാർഗറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ട്രേഡ് പ്ലാന് തയ്യാറാക്കുക. ഓക്കെ, സോ ഞാൻ കുറച്ച് സ്റ്റോക്സ് മാത്രമേ ഇപ്പം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പ്രോബബിലിറ്റി കൂടുതലുള്ള സ്റ്റോക്സ് ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് നല്ലതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ സ്റ്റോക്സ് കൂടെ പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു.